അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ. അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ നബിയല്ലാഹ്. ഇലാഹി അൻത മഖ്സൂദി വരിലാക മത്ലൂബി. പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ആഖിബത്ത് നന്നാക്കി തരുമാറാകട്ടെ. ദുനിയാവിലും ആഖിറത്തിലും വിജയം നൽകുന്നവരുടെ കൂട്ടത്തിൽ അല്ലാഹു നമ്മയൊക്കെ ഉൾപ്പെടുത്തി തരട്ടെ. ലക്ഷക്കണക്കിന് ആയിരക്കണക്കിന് ആളുകളെ ഈ പരിശുദ്ധമായ റജബ് മാസത്തിൽ അല്ലാഹു നരകമോചനം നടത്തുമ്പോൾ ആ കൂട്ടത്തിൽ നമ്മളെയും അല്ലാഹു ഉൾപ്പെടുത്തി തരട്ടെ. ധാരാളം ആളുകൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. എല്ലാവരുടെ പ്രശ്നങ്ങളും അല്ലാഹു പരിഹരിച്ചു കൊടുക്കട്ടെ. എല്ലാവർക്കും അല്ലാഹു സമാധാനം നൽകട്ടെ. ഇൻഷാ അല്ലാഹ് നമ്മളെ മജ്ലിസിന്റെ അവസാനം നമ്മൾക്ക് എല്ലാവർക്കും ഒരുമിച്ച് ദുആ ചെയ്യണം. അതുകൊണ്ട് എല്ലാവരും അവസാനം വരെ മജ്ലിസിൽ പങ്കെടുക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അൽഹംദുലില്ലാഹ് സുമ്മ അൽഹംദുലില്ലാഹ്. പരിശുദ്ധമായ റജബ് മാസത്തിലെ നല്ല നല്ല ദിവസങ്ങളും രാത്രികളും മിനിറ്റുകളും സെക്കൻഡുകളും നമ്മളിൽ നിന്ന് കടന്നുപോയി കൊണ്ടിരിക്കുകയാണ്. ഈ ദിവസങ്ങളിലും ഈ സെക്കൻഡുകളിലും മിനിറ്റുകളിലും ഒക്കെ എത്രത്തോളം അല്ലാഹുവിലേക്ക് നമ്മൾ കടുക്കാൻ കഴിയുമോ അത്രത്തോളം നാം അല്ലാഹുവിലേക്ക് അടുക്കണം. അതിനുള്ള മാസമാണ് പരിശുദ്ധമായ റജബ് മാസം. നമ്മളെ പാപങ്ങൾ പൊറുപ്പിക്കേണ്ട മാസമാണ് പരിശുദ്ധമായ റജബ് മാസം. ഒരിക്കലും നമ്മൾ അശ്രദ്ധരാകാൻ പാടില്ല. എത്രത്തോളം നമ്മൾക്ക് ഇബാദത്ത് ചെയ്യാൻ പറ്റുമോ, എത്രത്തോളം നമ്മൾക്ക് ദിക്ർ ചെല്ലാൻ പറ്റുമോ, എത്രത്തോളം സ്വലാത്ത് ചെല്ലാൻ പറ്റുമോ അത്രത്തോളം നമ്മൾ സ്വലാത്തും ദിക്റും ചെല്ലണം. സുന്നത്ത് നിസ്കാരങ്ങൾ അധികരിപ്പിക്കണം, സുന്നത്ത് നോമ്പുകൾ അധികരിപ്പിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഭാഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ. ഇൻഷാ അല്ലാഹ് ഇന്നത്തെ മജ്ലിസിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ആദ്യം നമ്മൾക്ക് എന്നും പറയുന്നത് പോലെ മുത്തുനബിയുടെ പേരിലും മഹാനായ അജ്മീർ ഖാജ തങ്ങളെ പേരിലും മഹാനായ CM വലിയുള്ളാഹി തങ്ങളെ പേരിലും ഫാത്തിഹ ഓതിക്കൊണ്ട് തുടങ്ങാം. അല്ലാഹു തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. ഈ മഹാന്മാരുടെ ബറക്കത്ത് കൊണ്ട് നമ്മളെ മജ്ലിസ് അല്ലാഹു നിലനിർത്തി തരട്ടെ. ആദ്യമായി മജ്ലിസിൽ പങ്കെടുക്കുന്ന ഉമ്മമാരോട് സഹോദരിമാരോട് എനിക്ക് ആവശ്യപ്പെടാനുള്ളത് ഇത് മാത്രം എനിക്ക് ചെയ്തെന്ന് മതി. ഈ മജ്ലിസ് നിങ്ങൾ മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക. നിങ്ങളുടെ കുടുംബത്തിലേക്ക്, നിങ്ങളുടെ കൂട്ടുകാരിലേക്ക്, നിങ്ങളുടെ ഫാമിലി ഗ്രൂപ്പുകളിലേക്കൊക്കെ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. അവർ കാണുന്നുണ്ടോ എന്നൊന്നും നിങ്ങൾ നോക്കണ്ട, അവർക്ക് നിങ്ങൾ ഇത് എത്തിച്ചു കൊടുക്കുക. അല്ലാഹു അവർക്കും ഈ മജ്ലിസിൽ പങ്കെടുക്കാനുള്ള തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. وإلى حضرة سيدنا وحبيبنا ومنجينا ومرشدنا وهادينا محمد صلى الله عليه وسلم الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. وإلى حضرة خواجة معين الدين الجشتي الأجميري قدس الله سره العزيز الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. وإلى حضرة قطب العالم CM ولي الله المدبوري قدس الله سره العزيز الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. അല്ലാഹു സുബ്ഹാനഹു വ തആല മുത്തുനബിയുടെ ബറക്കത്ത് കൊണ്ട് മഹാനായ അജ്മീർ ഖാജ തങ്ങളെ ബറക്കത്ത് കൊണ്ട്
കൊണ്ട് CM വലിയുള്ളാഹി തങ്ങളെ ബറക്കത്ത് കൊണ്ട് നമ്മളെ പ്രയാസങ്ങൾ അകറ്റിത്തരട്ടെ. അല്ലാഹുവേ ഞങ്ങളെ മജ്ലിസ് നീ കബൂൽ ചെയ്യണേ അല്ലാഹുവേ ഞങ്ങളെ പ്രയാസങ്ങൾ നീ അകറ്റിത്തരണം, ഞങ്ങളെ ഉദ്ദേശങ്ങൾ നീ നിറവേറ്റി തരണേ അല്ലാ. ഞങ്ങളെ ജീവിതത്തിലെ എല്ലാ ദുരന്തങ്ങളും നീ അകറ്റിത്തരണേ റഹ്മാനെ. സാമ്പത്തികമായ പ്രയാസങ്ങൾ അകറ്റിത്തരണേ അല്ലാ. ഇൻഷാ അല്ലാഹ് ഇനി നമ്മളൊരു ബൈത്താണ് ചെല്ലാൻ പോകുന്നത്. ഈ ബൈത്ത് നമ്മൾ സ്ഥിരമായി ചെല്ലണം. ഇത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ തവസ്സുലാക്കി മുൻനിർത്തിയുള്ളൊരു ബൈത്താണ്. മുത്തുനബിയുടെ ബർക്കത്ത് കൊണ്ട് നമ്മളെ പ്രയാസങ്ങൾ അകറ്റിത്തരാൻ, മുത്തുനബിയുടെ ബർക്കത്ത് കൊണ്ട് നമ്മളെ പാപങ്ങൾ പൊറുക്കാൻ, അതുപോലെ തന്നെ നമ്മളെ ആവശ്യങ്ങൾ നിറവേറാൻ. അതെന്തോ ആവാം, ചിലപ്പോൾ കടങ്ങൾ വീടാനാവാം, നല്ല വീടാകാം, വാഹനമാകാം. അതുകൊണ്ട് ആത്മാർത്ഥമായി നിങ്ങൾ എല്ലാവരും ചെല്ലുക, സ്ക്രീനിലേക്ക് നോക്കി ചെല്ലുക. അധികം ആളുകൾക്കും ഈ ബൈത്ത് കാണാതെ അറിയാം, എന്നാൽ മൗലൂദ് ഓതുന്ന ആളുകൾക്കൊക്കെ അറിയാം, ബുർദ ബൈത്ത് ചെല്ലുന്ന ആളുകൾക്കൊക്കെ അറിയാം. ഇൻഷാ അല്ലാഹ് നിങ്ങൾ അറിയാത്ത ആളുകൾ സ്ക്രീനിലേക്ക് നോക്കി ചെല്ലുക. സ്ക്രീനിലേക്ക് നോക്കിയിട്ടും ചെല്ലാൻ കഴിയാത്ത ഉമ്മമാർ ഉപ്പമാരുണ്ടെങ്കിൽ ആമീൻ ആമീൻ എന്ന് ബൈത്തിന്റെ അവസാനം പറയുക. ഇതൊരു പ്രാർത്ഥന കൂടെയാണ്. അള്ളാഹു തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. ഇതെല്ലാവരും കാണാതെ പഠിക്കണം കേട്ടോ. വളരെ പവർഫുൾ ആയൊരു പ്രാർത്ഥനയാണിത്. യാ റബ്ബി ബിൽ മുസ്തഫ ബല്ലിഗ് മഖാസിദനാ വഗ്ഫിർ ലനാ മാ മളാ യാ വാസിഅൽ കറമി യാ റബ്ബി ബിൽ മുസ്തഫ ബല്ലിഗ് മഖാസിദനാ വഗ്ഫിർ لنا ما مضى يا واسع الكرم يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. അല്ലാഹു സ്വീകരിക്കട്ടെ, അല്ലാഹു കബൂൽ ചെയ്യട്ടെ. അല്ലാഹുവേ ഞങ്ങൾ ചൊല്ലിയ ബൈത്തിന്റെ ബറക്കത്ത് കൊണ്ട്, മുത്തുനബിയുടെ ബറക്കത്ത് കൊണ്ട് ഞങ്ങൾ ആഗ്രഹങ്ങൾ സഫലീകരിച്ച് നൽകണേ അല്ലാഹ്. അനേകായിരം ആഗ്രഹങ്ങളുണ്ട്, അനേകായിരം ആവശ്യങ്ങൾ മുന്നിൽ നിർത്തിക്കൊണ്ടാണ് ഈ ദാറുൽ മുബീൻ മജ്ലിസിലേക്ക് ഉമ്മമാര്, അതുപോലെ തന്നെ ഉപ്പമാര്, സഹോദരി സഹോദരന്മാര് വന്നിട്ടുള്ളത്. എല്ലാവരുടെ പ്രശ്നങ്ങളും നീ പരിഹരിച്ചു കൊടുക്കണേ റഹ്മാനെ. എല്ലാവർക്കും നീ സന്തോഷം നൽകണേ അല്ലാഹ്. എല്ലാവരുടെ പാപങ്ങളും പൊറുക്കണേ അല്ലാഹ്. ആയിരം ആയിരം തെറ്റുകുറ്റങ്ങൾ ചെയ്ത പാവപ്പെട്ട അടിയാ
നെയ്യാറുകളാണ്. ഞങ്ങളെ പാപങ്ങൾ പൊറുക്കണേ അല്ലാ. പാപങ്ങൾ കാരണം ഖബറിലിട്ട് ഞങ്ങളെ ശിക്ഷിക്കല്ല അല്ലാ. ദുനിയാവിലും ആഖിറത്തിലും ശിക്ഷിക്കല്ല അല്ലാ. ഇനി നമുക്കൊരു ചെറിയൊരു പ്രാർത്ഥന കൂടി പ്രാർത്ഥിക്കാം. ഇലാഹി അന്ത മഖ്സൂദി വരിലാക മത്ലൂബി. 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 അല്ലാഹുവേ നീ സ്വീകരിക്കണം റഹ്മാനെ. ഈ പ്രാർത്ഥനയുടെ ബർക്കത്ത് കൊണ്ട് ഞങ്ങളെ മജ്‌ലിസിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരുപാട് സഹോദരീ സഹോദരന്മാരുണ്ട്. അവരുടെ പ്രവർത്തനം ഞങ്ങളെ മജ്‌ലിസ് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്തു കൊടുക്കുക, മറ്റുള്ളവരെ ഞങ്ങളെ മജ്‌ലിസിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ്. അവർക്ക് അർഹമായ പ്രതിഫലം കൊടുക്കണേ റഹ്മാനെ. അവരെ എല്ലാ പ്രയാസങ്ങളും നീ അകറ്റി കൊടുക്കണേ അല്ലാ. അതുകൊണ്ട് എൻ്റെ മരങ്ങളൊക്കെ ഈ മജ്‌ലിസിന് വേണ്ടി പ്രവർത്തിക്കണം. മജ്‌ലിസിന് വേണ്ടി പ്രവർത്തിക്കാന്ന് പറഞ്ഞാൽ നോട്ടീസ് ഒട്ടിക്കാനൊന്നും പോണ്ട. നിങ്ങൾ എന്ത് ചെയ്യുക, നമ്മളെ മജ്‌ലിസ് മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക. നിങ്ങളെ കുടുംബ ഫാമിലി ഗ്രൂപ്പുകളിലേക്കും ചില ആളുകൾ കാണൂല, അതൊന്നും നിങ്ങൾ നോക്കണ്ട. നിങ്ങൾ കഴിയുന്ന രൂപത്തിൽ നമ്മുടെ മജ്‌ലിസിന് വേണ്ടി പ്രവർത്തിക്കുക. അള്ളാഹു തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. അള്ളാഹു കാണുന്നുണ്ട് നമ്മളെ പ്രവർത്തനം, ദീനിന് വേണ്ടി നമ്മൾ പ്രവർത്തനം. അമ്മമാർക്കൊന്നും ഇപ്പോൾ സാധാരണ പുരുഷന്മാരെ പോലെ നോട്ടീസ് ഒന്നും ഒട്ടിക്കാൻ ഇറങ്ങാൻ പോകാൻ പറ്റില്ല. അത് ഇസ്ലാമിൽ തെറ്റാണ്. നിങ്ങൾ പുറത്തു കൂടി ഇറങ്ങി നടക്കലൊക്കെ നിങ്ങളിപ്പോൾ ഇങ്ങനെ ഷെയർ ചെയ്ത് കൊടുത്താൽ ഒരു കുഴപ്പമില്ല. നിങ്ങളെ ഫാമിലി ഗ്രൂപ്പിലേക്കും നിങ്ങളെ കൂട്ടുകാരെത്തികളൊക്കെ ഉണ്ടാവുമല്ലോ, അവരിലേക്കൊക്കെ എത്തിച്ചു കൊടുക്കുക. അവരോട് പറയാം നിങ്ങളെ കുടുംബക്കാരിലേക്ക് എത്തിച്ചു കൊടുക്കുക. അങ്ങനെ ഇൻഷാ അല്ലാഹ് നമ്മളെ മജ്‌ലിസിലേക്ക് നിങ്ങൾ ധാരാളം ആളുകളെ കൊണ്ടുവരണം. അവരെ അള്ളാഹു സ്വീകരിക്കട്ടെ, അവരെ അള്ളാഹു പ്രത്യേകം പരിഗണിക്കട്ടെ ഇൻഷാ അല്ലാഹ്. ഇനി പരിശുദ്ധമായ റജബ് മാസത്തിൽ പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥന നമുക്ക് പ്രാർത്ഥിക്കാം. ഇത് നമ്മളെ മജ്‌ലിസിൽ മാത്രമല്ല കേട്ടോ, നിങ്ങളെല്ലാവരും നിസ്കാര ശേഷം പ്രാർത്ഥിക്കാറില്ലേ? അതുപോലെ തന്നെ താജ് നിസ്കാരത്തിന് ശേഷം പ്രാർത്ഥിക്കാറില്ലേ? എപ്പോഴൊക്കെ നിങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ടോ അപ്പോഴൊക്കെ ഈ റജബ് മാസത്തിലും ശഅബാൻ മാസത്തിലൊക്കെ ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കണം കേട്ടോ. അല്ലാഹു തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബ വ ശഅബാൻ വബല്ലിഗ്നാ റമളാൻ. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബ വ ശഅബാൻ വബല്ലിഗ്നാ റമളാൻ. അല്ലാഹുമ്മ ബാരിക് لنا في رجب وشعبان وبلغنا رمضان. اللهم بارك 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 لنا في رجب وشعبان وبلغنا رمضان. الله സ്വീകരിക്കട്ടെ.
അല്ലാഹുവേ ഈ പ്രാർത്ഥനയുടെ ബറക്കത്ത് കൊണ്ട് ഈ ദുനിയാവിൽ ഞങ്ങളെ എല്ലാ മേഖലകളിലും നീ ബറക്കത്ത് നൽകണേ അല്ലാ. ഞങ്ങളെ മക്കളിൽ ബറക്കത്ത്, ഞങ്ങളെ കുടുംബങ്ങളിൽ ബറക്കത്ത്, ഞങ്ങളെ ജോലിയിൽ ബറക്കത്ത്, ഞങ്ങളെ സമ്പത്തിൽ ബറക്കത്ത്, ഞങ്ങളെ മക്കളിൽ ബറക്കത്ത്, ഞങ്ങളെ വീട്ടിൽ ബറക്കത്ത്, ഞങ്ങളെ നാട്ടിൽ ബറക്കത്ത്, എല്ലാ മേഖലകളിലും ബറക്കത്ത് നൽകണേ അല്ലാ. സമാധാനം നൽകണേ റഹ്മാനെ. ഈ പരിശുദ്ധമായ റജബ് മാസത്തിൽ ധാരാളം 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 ഇബാദത്തുകൾ ചെയ്യാൻ, സുഹൃതങ്ങൾ ചെയ്യാൻ ഭാഗ്യം നൽകണേ അല്ലാ. ഭാഗ്യം നൽകി അനുഗ്രഹിക്കണേ റബ്ബേ. ഇൻഷാ അല്ലാ ഇനി നമ്മൾ ഒരു ഇസ്മ ചൊല്ലാൻ പോവുകയാണ്. ഈ ഇസ്മിന്റെ മഹത്വം നമ്മളെ മജ്ലിസിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. എല്ലാ ദിവസവും ഉച്ചക്ക് 1 മണിക്ക് ഒരുപാട് പഠിക്കേണ്ട വിഷയങ്ങൾ ഇൻഷാ അല്ലാ നമ്മളെ മജ്ലിസിൽ പറയും. അതിലും എല്ലാവരും പങ്കെടുക്കണം. അള്ളാഹു തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. ഇനി ആ ഇസ്മ വളരെ പ്രധാനപ്പെട്ട ഒരു ഇസ്മാണ്. ഏതാണ് ആ ഇസ്മ? യാ വാസിഉ യാ അല്ലാ. ഇതെന്തിനാ ചെല്ലുന്നറിയോ? നമ്മൾക്ക് നല്ല വീട് വേണം, വീടില്ലാത്ത ആളുകളുണ്ട് നമ്മളെ മജ്ലിസിൽ അല്ലേ, നല്ല ജോലിയില്ലാത്ത ആളുകളുണ്ട് നമ്മളെ മജ്ലിസിൽ, ദാരിദ്ര്യം കൊണ്ട് പ്രയാസപ്പെടുന്ന ആളുകളുണ്ട്, ഭക്ഷണത്തിൽ വിശാലതയില്ലാതെ പ്രയാസപ്പെടുന്ന ആളുകളുണ്ട്. അതിന് വേണ്ടിയിട്ടാണ് നമ്മളെ മജ്ലിസിൽ ചെല്ലുന്നത്. അതുകൊണ്ട് ആത്മാർത്ഥയോടെ ചൊല്ലിക്കോളൂ. ഉള്ള സമ്പത്തിലൊക്കെ അല്ലാഹു ബർക്കത്ത് നൽകട്ടെ. യാ വാസിഉ യാ അല്ലാ, 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 യാ വാസിഉ യാ അല്ലാ. പടച്ചവനെ, ഈ ഇസ്മിന്റെ ബർക്കത്ത് കൊണ്ട് കടങ്ങളെ തൊട്ട് ഞങ്ങളെ കാക്കണം റഹ്മാനെ. ഒരാളുടെ മുന്നിലും കൈ നീട്ടേണ്ട അവസ്ഥ വരുത്തല്ല അല്ലാ. കടം പേറിയവനായ നിലക്ക് ഞങ്ങളെ ജനാസ പള്ളിയിൽ കൊണ്ടുപോയി വെക്കേണ്ട അവസ്ഥ വരുത്തല്ല റബ്ബേ. ഞങ്ങളെ കടം കാരണം ഞങ്ങളെ കുടുംബക്കാര്, മക്കള്, ഞങ്ങളെ മരുമക്കള് പ്രയാസപ്പെടുന്ന ഒരു അവസ്ഥ വരുത്തല്ല അല്ലാ. സാമ്പത്തികമായ അഭിവൃദ്ധി നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. എത്ര കൊടുത്താലും കൊടുത്താലും തീരാത്ത ഖജനാവിന്റെ ഉടമയാണല്ലോ നീ. ഞങ്ങൾക്കത് പൂർണ്ണ വിശ്വാസമാണ്. ആ ഖജനാവിൽ നിന്ന് നൽകണേ അല്ലാ. പട്ടിണിയിലാക്കല്ല റബ്ബേ. ഇൻഷാ അല്ലാഹ് ഇനി നമ്മൾ തൗബ ചെയ്യുകയാണ്. തൗബയുടെ ഇസ്തിഗ്ഫാറിന്റെ പദമാണ് നമ്മൾ ചൊല്ലാൻ പോകുന്നത്. കാരണം ഈ പരിശുദ്ധമായ റജബ് മാസത്തിൽ കൂടി ആളുകൾക്ക് അള്ളാഹു തൗബ നൽകുന്നുണ്ട്, പാപങ്ങൾ പുറത്തു കൊടുക്കുന്നുണ്ട്. അതിന് അള്ളാഹിനോട് ചോദിക്കണം. നമുക്ക് ചോദിക്കാൻ സമയമില്ല. ചോദിക്കണേ ഉമ്മമാരെ. അതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. اللهم اغفر لي وارحمني وتب علي 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 اللهم اغفر
اغفر لي وارحمني وتب علي اللهم 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 اغفر لي وارحمني وتب علي പൊറുക്കണേ അല്ലാ പാപങ്ങൾ ചെയ്തു പോയിട്ടുണ്ട് പൊറുക്കണേ അല്ലാ നിന്റെ റഹ്മത്ത് നൽകണേ റഹ്മാനെ കാരുണ്യം ചൊരിയണേ അല്ലാ സ്വീകരിക്കണേ റഹ്മാനേ ഇൻഷാ അല്ലാഹ് ഇനി നമ്മൾക്ക് മങ്കൂസ് മൗലൂദിലെ ഒരു പവർഫുള്ളായ ബൈത്ത് ചെല്ലാം ഈ ബൈത്ത് നമ്മൾ ചൊല്ലിക്കഴിഞ്ഞാൽ രോഗങ്ങൾ മാറും ഒരുപാട് രോഗികളുണ്ട് കേട്ടോ നമ്മളെ മജ്‌ലിസിൽ ഒരുപാട് രോഗികളുണ്ട് രോഗം കാരണം ഒരുപാട് ഉമ്മമാർ വേദന സഹിക്കുന്നുണ്ട് അല്ലാ അവിടെ വേദനകൾ നീ അകറ്റി കൊടുക്കണേ റഹ്മാനെ ഒരുപാട് ഉപ്പമാർ വേദന സഹിക്കുന്നുണ്ട് റബ്ബേ രോഗങ്ങൾ ശിഫയാക്കി കൊടുക്കണം റഹ്മാനെ ഒരുപാട് ആളുകൾ ഓപ്പറേഷൻ പറഞ്ഞ് പ്രയാസത്തിലാണ് രോഗത്തിന് ചികിത്സിക്കാൻ ക്യാഷില്ലാതെ വിഷമിക്കുന്ന ആളുകളുണ്ട് അവരെ പ്രയാസങ്ങൾ നീ അകറ്റി കൊടുക്കണം പരിശുദ്ധമായ റജബ് മാസത്തിലാണ് ഞങ്ങൾ ദാറുൽ മുബീൻ മജ്‌ലിസിൽ ഒരുമിച്ച് കൂടി ചെല്ലുന്നത് നീ കബൂൽ ചെയ്യണേ റഹ്മാനെ ദുഃഖങ്ങൾ വേദനകൾ അകറ്റി കൊടുക്കണേ അല്ലാഹ് ഓപ്പറേഷൻ അല്ലാത്ത രോഗങ്ങൾ ശിഫയാക്കി കൊടുക്കണേ റഹ്മാനെ വേദന ശിഫയാക്കി കൊടുക്കണേ അല്ലാഹ് മാരകമായ രോഗങ്ങൾക്കുള്ള പൈസ ഒന്നും ഞങ്ങളെ കയ്യിലില്ല റഹ്മാനെ എത്രയാണ് രോഗത്തിന് ഇപ്പൊ ചികിത്സക്ക് ക്യാഷ് പറയുന്നത് 1 കോടിയും 10 കോടിയൊക്കെ ഞങ്ങളെ കയ്യിലില്ല റഹ്മാനെ ഞങ്ങളെ പട്ടിണിയിലാക്കല്ല അല്ലാഹ് ഞങ്ങളെ രോഗത്തിലാക്കല്ല റഹ്മാനെ രോഗങ്ങൾ എത്രയും പെട്ടെന്ന് നീ ശിഫ നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ അതിനുവേണ്ടി മങ്കൂസ് മൗലൂദിൽ വളരെ പവർഫുള്ളായ ഒരു ബൈത്താണ് ഇത് എപ്പോഴും നിങ്ങൾ ചെല്ലണം കേട്ടോ നിങ്ങൾ എപ്പോഴും ഇത് ചൊല്ലിക്കോളി നമുക്ക് ഇന്നത്തെ മജ്‌ലിസിൽ മാത്രമല്ല എപ്പോഴും ഇത് ചെല്ലണം ഇന്ന ബൈതൻ അൻത സാകിനുഹു ലൈസ മുഹ്താജൻ ഇലസ്സുറുജി വജുകൽ വല്ലാഹു ഹുജ്ജതുന യൗമ യഅതിൻ നാസു ബിൽ ഹുജജി നിങ്ങൾ ജവാബ് ചെല്ലണം എന്താണ് ജവാബ് സ്ക്രീനിലേക്ക് നോക്കുക സല്ലി റബ്ബൽ ആലമീന അലാ سيد الكونين والسرد ومريلا أنت زائره قد أتاه الله بالفرج إن صل رب العالمين على سيد الكونين والسرد فزمن قد كنت بغيته وسما في أرفع الدرج صل رب العالمين على سيد الكونين والسرد بذلا في الحب مهجته سامئا بالروح والمهج صل رب العالمين على سيد الكونين والسرد يا كريم الجود راحته فكفيت البحر باللجج صل رب العالمين على سيد الكونين والسرد أنت منجينا من الهرق باللهيب النار والأجج صل رب العالمين على سيد الكونين والسرد ذنبنا ما هيل يمنعنا من ظروف الدمع والعجج صل رب العالمين على سيد الكونين والسرود حبكم في قلبنا محبوب من رئين الذنب بالخرج صل رب
العالمين على سيد الكونين والسرد صبكم والله لم يخب لكمال الحسن والبهد صل رب العالمين على سيد الكونين والسرد إننا نرجو لشافينا لصلاح الدين والنادي صل رب العالمين على سيد الكونين والسرد وهو نجانا من البلوى طيبه في العالم الأرض صل رب العالمين على سيد الكونين والسرد ربي وارزقنا زيارته قبل قبض الروح والخرج صل رب العالمين على سيد الكونين والسرد صل يا ربي على الهادي لسبيل الحق والفرج صل رب العالمين على سيد الكونين والسرد പടച്ച റബ്ബ് സ്വീകരിക്കട്ടെ, പടച്ച റബ്ബ് കബൂൽ ചെയ്യട്ടെ, അർഹമായ പ്രതിഫലം നൽകണേ അല്ലാ. എന്ത് രോഗമുണ്ടെങ്കിലും നീ ശിഫയാക്കണേ അല്ലാ, ആയിരാരോഗ്യം നൽകണേ അല്ലാ. ജീവിച്ചിരിക്കുന്ന കാലമത്രയും ആരോഗ്യത്തോടുകൂടെ ആഫിയത്തോടുകൂടെ ദീർഘായുസോടുകൂടെ ജീവിക്കാൻ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ റഹ്മാനെ. മറ്റൊരാളുടെ സഹായത്തോടെ ബാത്റൂമിലേക്ക് വരെ പോകേണ്ട ഒരു അവസ്ഥ ഞങ്ങൾക്ക് വരുത്തല്ല അല്ലാ. അതിന് ഈ മജ്ലിസ് ഈ മാസം കാരണമാക്കണേ റബ്ബേ. ഇൻഷാ അല്ലാ നിങ്ങൾക്കൊക്കെ അറിയുന്ന ഒരു ദിക്റാണ്, എല്ലാവരും ആത്മാർത്ഥയോട് ചൊല്ലണം. أسبي أسبي ربي جل الله ما في قلبي غير الله نور محمد صلى الله لا إله إلا الله أسبي ربي جل الله ما في قلبي غير الله نور محمد صلى الله لا إله إلا الله أسبي ربي جل الله ما في قلبي غير الله نور محمد صلى الله لا إله إلا الله أسبي ربي جل الله ما في قلبي غير الله نور محمد صلى الله لا إله إلا الله حسبي ربي جل الله ما في قلبي غير الله نور محمد صلى الله لا إله إلا الله حسبي ربي جل الله ما في قلبي غير الله نور محمد صلى الله لا إله إلا الله حسبي ربي جل الله ما في قلبي غير الله نور محمد صلى الله لا إله إلا الله حسبي ربي جل الله ما في قلبي غير الله نور محمد صلى الله لا إله إلا الله حسبي ربي جل الله ما في قلبي غير الله نور محمد صلى الله لا إله إلا الله حسبي ربي جل الله ما في قلبي غير الله نور محمد صلى الله لا إله إلا الله حسبي ربي جل الله ما في قلبي غير الله نور محمد صلى الله لا إله إلا الله حسبي ربي جل الله ما في قلبي غير الله نور محمد صلى الله لا إله إلا الله. അല്ലാഹു സ്വീകരിക്കട്ടെ. അല്ലാഹുവേ നീ കബൂൽ ചെയ്യണം റഹ്മാനെ. ഈ ദിക്റിന്റെ ഈ ബൈത്തിന്റെ ബർക്കത്ത് കൊണ്ട് സർവ്വ ബുദ്ധിമുട്ടുകളും നീ അകറ്റി തരണേ റഹ്മാനെ. നിന്റെ കാവല് നൽകി അനുഗ്രഹിക്കണേ അല്ലാഹ്. ഇൻഷാ അല്ലാഹ് നമുക്ക് നരകത്തിനെ തൊട്ട് കാവല് ചോദിച്ചാലോ? നരകം വല്ലാത്ത ഒരു ഭയാനകരമാണ്. അല്ലാഹുവേ നരകത്തിനെ തൊട്ട് കാക്കണം റഹ്മാനെ. നാളെ മഹ്ശറ എന്ന് പറയുന്ന ലോകം എല്ലാ മനുഷ്യരെയും അല്ലാഹു സുബ്ഹാനഹു വ തആല തടിച്ചുകൂടിപ്പിക്കും. എല്ലാ മനുഷ്യരെയും അല്ലാഹു ഒരുമിച്ച് കൂട്ടുന്ന ഒരു സമയമാണ് മഹ്ശറ എന്ന് പറയുന്ന ലോകം. ആ മഹ്ശറയിൽ വെച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയും, വംതാദുൽ യൗമ അയ്യുഹൽ മുജ്രിമൂൻ ഫഫരീഖും ഫിൽ ജന്ന വഫരീഖും ഫിസ് സഈർ. ഈ വിഭാഗം സ്വർഗ്ഗത്തിലാണ്, ഈ വിഭാഗം നരകത്തിലാണ്. അതുകൊണ്ട് വംതാദുൽ യൗമ അയ്യുഹൽ മുജ്രിമൂൻ, ദുനിയാവിലെ തെറ്റുകൾ കുറ്റങ്ങൾ ചെയ്ത് തമ്മാടിത്തരങ്ങൾ ചെയ്ത ആളുകളെ നിങ്ങൾ മാറി നിൽക്കൂ, നിങ്ങൾക്ക് സ്വർഗമില്ല.
നിങ്ങൾക്ക് സ്വർഗത്ത് കടക്കാൻ കഴിയൂല എന്ന് അല്ലാഹ് മഹ്ശറിൽ വെച്ച് പറയും. അല്ലാഹുവേ, സ്വർഗത്തിൽ പ്രവേശിക്കുന്നവരുടെ കൂട്ടത്തിൽ ഞങ്ങൾ ഉൾപ്പെടുത്തണേ റഹ്മാനെ. ഈ വിഭാഗം നരകത്തിലാണ്, ഈ വിഭാഗം സ്വർഗത്തിലാണെന്ന് അല്ലാഹ് അവിടെ വെച്ച് പറയാണ്. സ്വർഗവാസികൾ ഇങ്ങനെ സന്തോഷിക്കുമ്പോൾ നരകവാസികൾ കരയുകയാണ്. അല്ലാഹുവേ, ഞങ്ങൾക്ക് സ്വർഗത്തിലേക്ക് പ്രവേശിക്കാനുള്ള പ്രവർത്തനങ്ങൾ ചെയ്യാനുള്ള തൗഫീക്ക് നൽകണം അല്ലാഹ്. നരകത്തിനെ തൊട്ട് കാക്കണേ അല്ലാഹ്. സുബ്ഹിക്ക് ശേഷവും, സുബ്ഹി നിസ്കാരത്തിന്റെ ശേഷം 7 പ്രാവശ്യവും, മഗ്രിബ് നിസ്കാരത്തിന്റെ ശേഷം 7 പ്രാവശ്യവും പ്രത്യേകം നരകത്തിനെ തൊട്ട് കാവൽ ചോദിക്കാൻ അല്ലാഹുവിന്റെ റസൂൽ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. നമ്മൾ ചോദിക്കാറുണ്ടോ? നമുക്ക് എവിടെ സമയം? സുബ്ഹി നിസ്കാരത്തിന്റെ ശേഷം നമ്മൾ ദിക്റുകൾ, സ്വലാത്തുകൾ ചൊല്ലൂലേ, അതിന്റെ മുമ്പ് 7 പ്രാവശ്യം നരകത്തിനെ തൊട്ട് കാവൽ ചോദിക്കണം. അതുപോലെ തന്നെയാണ് മഗ്രിബ് നിസ്കാരത്തിന്റെ മുമ്പും മഗ്രിബ് നിസ്കാരത്തിന്റെ ശേഷം പ്രാർത്ഥിക്കുന്നതിന്റെ മുമ്പ് 7 പ്രാവശ്യം നരകത്തിനെ തൊട്ട് കാവൽ ചോദിക്കണം. ഏതാണ് ആ പ്രാർത്ഥന? അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചു തന്നു. അല്ലാഹുമ്മ അജ്ർനി മിനന്നാർ, 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 اللهم أجرني من النار، 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 اللهم أجرني من النار. കത്തിജ്വലിക്കുന്ന നരകത്തിനെ തൊട്ട് ഞങ്ങളെ കാക്കണേ അല്ലാഹ്. നരകത്തിലേക്ക് പ്രവേശിക്കുന്ന പ്രവർത്തനങ്ങളെ തൊട്ട് ഈ ദുനിയാവിൽ വെച്ച് ഞങ്ങളെ കാക്കണേ അല്ലാഹ്. നരകത്തിനെ തൊട്ട് ഞങ്ങളെയും ഞങ്ങളെ കുടുംബങ്ങളെ എല്ലാവരെയും കാക്കണേ അല്ലാഹ്. ഞങ്ങൾക്കെല്ലാവർക്കും ഒരുപോലെ സ്വർഗത്തിലേക്ക് പോകാൻ, അവിടെ വെച്ച് സന്തോഷിക്കാൻ ഭാഗ്യം നൽകണേ അല്ലാഹ്. ഇൻഷാ അല്ലാഹ് നമുക്കൊരു 3 പ്രാവശ്യം സൂറത്തുൽ കൗസർ ഓതാം. സൂറത്തുൽ കൗസർ ജോലിക്ക് പോകുമ്പോൾ 100 വർഷം ഓതുക. എല്ലാ ദിവസവും 100 വട്ടം ഓതുക. ഒരു 10 വട്ടെങ്കിലും ഓതണം. വലിയ ബർക്കത്താത്ത സൂറത്തുൽ കൗസറിന് അല്ലാഹു ഭാഗ്യം നൽകട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നാ അഅതൈനാകൽ കൗസർ ഫസല്ലി ലിറബ്ബിക വൻഹർ ഇന്ന ശാനിയക ഹുവൽ അബ്തർ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നാ അഅതൈനാകൽ കൗസർ ഫസല്ലി ലിറബ്ബിക വൻഹർ ഇന്ന ശാനിയക ഹുവൽ അബ്തർ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നാ അഅതൈനാകൽ കൗസർ ഫസല്ലി ലിറബ്ബിക വൻഹർ ഇന്ന شانئك هو الأبتر. بسم الله الرحمن الرحيم. إنا أعطيناك الكوثر فصل لربك وانحر إن شانئك هو الأبتر. الله قبول ചെയ്യട്ടെ. ഇൻഷാ അല്ലാഹ് നമുക്ക് അഫ്ളൽ الذിക്ർ ചൊല്ലാം. لا إله إلا الله، 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 لا
ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു 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 ലാ ഇലാഹ ഇല്ലല്ലാഹ്. അല്പം സലാത്ത് ചൊല്ലിയിട്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് പ്രാർത്ഥിക്കാം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഫാത്തിമിയ സലാത്ത് ചൊല്ലാം. അല്ലാഹുമ്മ സ്വല്ലി അലൻ നൂരി വഅഹ്ലി 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 اللهم صل على النور واهلي 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 اللهم صل على النور واهلي. അല്ലാഹു എല്ലാം കബൂൽ ചെയ്യട്ടെ. നമ്മൾ ചെയ്തതൊക്കെ, നമ്മൾ ദുആ ചെയ്തതും പ്രാർത്ഥിച്ചതൊക്കെ അല്ലാഹു കബൂൽ ചെയ്യട്ടെ. الحمد لله رب العالمين حمدا يوافي نعمه ويكافئ مزيده اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا وشفينا محمد. കരുണക്കടലായ രാജാതിരാജനായ പരമദയാലുവായ റബ്ബേ, ഞങ്ങളെ മജ്ലിസ് നീ കബൂൽ ചെയ്യണേ അല്ലാഹ്. അർഹമായ പ്രതിഫലം നൽകണേ അല്ലാഹ്. പാവപ്പെട്ട ഉമ്മമാര്, ഉപ്പമാര്, സഹോദരി സഹോദരന്മാര് ഈ മജ്ലിസിൽ പങ്കെടുത്തത് പല പല ഉദ്ദേശങ്ങൾ വെച്ചുകൊണ്ടാണ്. ആ ഉദ്ദേശങ്ങൾ മുഴുവനും നിനക്കറിയാം. പൂർത്തീകരിച്ചു കൊടുക്കണേ അല്ലാഹ്. വിഷമങ്ങളും സങ്കടങ്ങളും അകറ്റി കൊടുക്കണേ അല്ലാഹ്. ദുനിയാവിൽ ഖൈർ നൽകണേ അല്ലാഹ്. എല്ലാ പ്രയാസങ്ങളും അകറ്റി കൊടുക്കണേ റഹ്മാനേ. ഇതിനെ മജ്ലിസ് കാരണമാക്കണേ റഹ്മാനേ. ഒരുപാട് രോഗികളുണ്ട്. കാലുവേദന, ഊരവേദന, തലവേദന, കണ്ണുവേദന, പ്രഷറുള്ളവർ, ഷുഗറുള്ളവർ, ഗർഭാശയത്തിൽ മഴയുള്ള ആളുകളുണ്ട്, കണ്ണിക്ക് അസുഖമുള്ള ആളുകളുണ്ട്, ഓപ്പറേഷൻ പറഞ്ഞ ആളുകൾ, ഓപ്പറേഷൻ ചെയ്ത ആളുകളുണ്ട്. ശിഫ നൽകണേ അല്ലാഹ്. ഐരാരോഗ്യം നൽകണേ അല്ലാഹ്. എന്ത് രോഗമുണ്ടെങ്കിലും നീ ശിഫ കൊടുക്കണേ അല്ലാഹ്. മാരകമായ രോഗങ്ങളുടെ വൈറസുകൾ ഞങ്ങളെ ശരീരത്തിൽ നിന്ന് എടുത്തു മാറ്റണേ റഹ്മാനെ. ദാരിദ്ര്യത്തിനെ തൊട്ട്, കടങ്ങളെ തൊട്ട്, പട്ടിണിയെ തൊട്ട് കാക്കണേ റഹ്മാനെ. ഒരാളുടെ മുന്നിൽ യാചിക്കേണ്ട അവസ്ഥ വരുത്തല്ല അല്ലാഹ്. സാമ്പത്തികമായ ഹദ്ദ് നൽകണേ അല്ലാഹ്. സാമ്പത്തികമായ ബർക്കത്ത് നൽകണേ അല്ലാഹ്. ഒരുപാട് ആളുകൾ കടം കാരണം പ്രയാസത്തിലാണ്. കടങ്ങൾ വീട്ടാനുള്ള നല്ല വഴി നീ തുറന്നു കൊടുക്കണേ റഹ്മാനെ. എത്ര കൊടുത്താലും കൊടുത്താലും തീരാത്ത ഖജനാവിന്റെ ഉടമയാണല്ലോ. നിന്റെ ബർക്കത്തിൽ നിന്ന് ബർക്കത്ത് ചൊരിയണേ റബ്ബേ. സമ്പത്ത് ചൊരിയണേ അല്ലാഹ്. വീടില്ലാതെ കഷ്ടപ്പെടുന്നവർക്ക് നല്ല വീട് കൊടുക്കല്ല. ജോലിയില്ലാത്തവർക്ക് നല്ല ജോലി കൊടുക്കല്ല. വീട് പണി തുടങ്ങിയവർക്ക് പൂർത്തീകരിക്കാനുള്ള തൗഫീക്ക് കൊടുക്കണേ അല്ലാഹ്. വാഹനമില്ലാത്തവർക്ക് വാഹനം കൊടുക്കണേ അല്ലാഹ്. മക്കൾക്ക്, ഭർത്താക്കന്മാർക്ക്, ഉപ്പമാർക്ക് ഉദ്ദേശിച്ച പഠിച്ച ജോലി കൊടുക്കണേ അല്ലാഹ്. ജോലി ആവശ്യാർത്ഥം ഗൾഫിൽ പോയവരുണ്ട്, നാട്ടിലുള്ളവരുണ്ട്. അവർക്കൊക്കെ ഉദ്ദേശിച്ച ജോലി കൊടുക്കണേ അല്ലാഹ്. ജോലിയില്ലാതെ ജോലി ശരിയാകാൻ വേണ്ടി ദുആ ചെയ്യാൻ പറഞ്ഞവർക്കൊക്കെ നല്ല ജോലി കൊടുക്കണേ അല്ലാഹ്. പഠിച്ച ജോലി കൊടുക്കണേ അല്ലാഹ്. ഉദ്ദേശിച്ച ജോലി കൊടുത്ത് അനുഗ്രഹിക്കണേ അല്ലാഹ്. മക്കളില്ലാത്തവർക്ക് മക്കളെ കൊടുക്ക്. ഈമാനുള്ള തഖ്വയുള്ള മക്കളെ കൊടുക്കണേ റഹ്മാനെ. വിവാഹ പ്രായമെത്തി ഒരുപാട് ഇണകളെ വിവാഹം ശരിയാവാതെ കഷ്ടപ്പെടുന്നുണ്ട്. ആ മക്കൾക്ക് നല്ല ഇണകളെ, നല്ല ജീവിതം നൽകണേ റഹ്മാനെ. ബറക്കത്ത് നൽകി അനുഗ്രഹിക്കണേ അല്ലാഹ്. ഗർഭിണികൾക്ക് സുഖപ്രസവം നൽകണേ അല്ലാഹ്. പ്രയാസങ്ങൾ അകറ്റി കൊടുക്കണേ റഹ്മാനെ. ഞങ്ങൾക്കും ഞങ്ങളെ പാവപ്പെട്ട മാതാപിതാക്കൾ, വല്ലുപ്പ വല്ലുമ്മമാര്, ഞങ്ങളെ ഭാര്യ മക്കളുണ്ട്, ജ്യേഷ്ഠനിയന്മാരുണ്ട്, അവരെ കുടുംബക്കാർ, ജ്യേഷ്ഠത്തിമാര്, അനിയത്തിമാർ, അവരെ കുടുംബക്കാര്, ഞങ്ങൾക്ക് ഭക്ഷണം തന്ന ആളുകളുണ്ട്, ഞങ്ങളെ സ്നേഹിച്ചവരുണ്ട്, സഹായിച്ചവരുണ്ട്, അയൽവാസികൾ, ഈ മജ്ലിസ് കാണുന്നവര്, ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്ത ആളുകളുണ്ട്. എല്ലാവർക്കും ആഫിയത്തുള്ള ദീർഘായുസ്സും ആരോഗ്യവും ഇസ്സത്തും ഖുവത്തും റാഹത്തും ഈമാനും തഖ്വയും സാമ്പത്തികമായ അഭിവൃദ്ധിയും നൽകണേ അല്ലാഹ്. മുഅ്മിനീങ്ങളെ ശത്രുക്കളെ നീ
പരാജയപ്പെടുത്തണേ അല്ല. മഖ്ബൂലും മബ്റൂറുമായ ഹജ്ജും ചെയ്യാനുള്ള ഭാഗ്യം നൽകണേ അല്ല. നിന്നിലേക്ക് അടുക്കാനുള്ള ഇബാദത്തുകൾ ചെയ്യാനുള്ള മനസ്സ് നൽകണേ അല്ല. മുത്തനബിയെ സ്വപ്നം കാണാനുള്ള ഭാഗ്യം നൽകണേ അല്ല. മഖ്ബൂലും മബ്റൂറുമായ ഹജ്ജും ചെയ്യാനുള്ള തൗഫീഖ് നൽകണേ അല്ല. ധാരാളം ധാരാളം നീ പൊരുത്തപ്പെട്ട സൽക്രമങ്ങൾ ചെയ്യാനുള്ള മനസ്സ് നൽകണേ അല്ല. ഞങ്ങളെ സ്വഭാവം നന്നാക്കണേ അല്ല. ആഖിബത്ത് നന്നാക്കി തരണേ റഹ്മാനെ. മരണസമയത്ത് ഈമാൻ ചൊല്ലാനുള്ള ഭാഗ്യം നൽകണേ അല്ല. ഞങ്ങളെ എല്ലാ മേഖലയിലും ബർക്കത്തും ഖൈറും ബർക്കത്തും സന്തോഷവും നൽകണേ റഹ്മാനെ. പടച്ചവനെ, അപകടങ്ങളെ തൊട്ട് പ്രകൃതി ദുരന്തങ്ങളെ തൊട്ട് കാക്കണേ അല്ലാ. അല്ലാഹുവേ, പെട്ടെന്നുള്ള മരണങ്ങളെ തൊട്ട് കാക്കണേ റഹ്മാനെ. ഒരുപാട് കാലം രോഗശയിൽ കിടക്കേണ്ട അവസ്ഥ വരുത്തല്ല അല്ലാ. ഈമാനോട് മരിക്കാനുള്ള ഭാഗ്യം നൽകണേ അല്ലാ. സ്വർഗം നൽകണേ അല്ലാ. അർശിന്റെ തൽ നൽകണേ റഹ്മാനെ. ഞങ്ങൾ ഇന്ന് മരണപ്പെട്ടു പോയ പാവപ്പെട്ട ഉമ്മമാര്, വല്ലുപ്പമാരുണ്ട് റഹ്മാനെ. അവരെ ഖബർ വിശാലമാക്കി കൊടുക്കണേ അല്ലാ. ഇന്ന് ഞങ്ങളെ സുഖങ്ങള് കാണാൻ, ഞങ്ങളെ സന്തോഷങ്ങൾ കാണാൻ ഞങ്ങളെ വല്ലുമ്മമാര് ഞങ്ങളെ കൂടെയില്ലല്ലോ. പലരുടെയും ഉമ്മമാര് കൂടെയില്ല, ഭർത്താക്കന്മാര്, ഭാര്യമാര്, മക്കള് കൂടെയില്ല. അവരെ ഖബർ സ്വർഗമാക്ക് ഖുർആനിന്റെ അലങ്കാരം കൊണ്ട് അലങ്കരിക്കണേ റഹ്മാനെ. ഞങ്ങളെ പ്രാർത്ഥന നീ ഖബൂൽ ചെയ്യണം റഹ്മാനെ. ഞങ്ങൾ ചൊല്ലിയതിന്റെ മിസിൽ സവാബിന് അവരിലേക്ക് എത്തിച്ചു കൊടുക്കണേ റഹ്മാനെ. ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ആളുകൾക്ക് നീ നരകമോചനം നടത്തുമ്പോൾ ആ കൂട്ടത്തിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണേ റഹ്മാനെ. മുത്തനബിയുടെ ശഫാഅത്ത് നൽകണേ അല്ലാ. അർശിന്റെ തല നൽകണേ റഹ്മാനെ. ഞങ്ങൾക്ക് എല്ലാവർക്കും സ്വർഗ്ഗലോകത്ത് ഒരുമിച്ച് കൂടാൻ, അവിടെ വെച്ച് കാണാനുള്ള ഭാഗ്യം നൽകണേ അല്ലാ. ഈ മജ്ലിസ് മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്നവരെ പ്രത്യേകം നീ പരിഗണിക്കണേ റഹ്മാനെ. ഈ മജ്ലിസ് കാണുന്നവരുടെ കാര്യങ്ങൾ എളുപ്പമാക്കി കൊടുക്കണേ അല്ലാ. എല്ലാ പ്രയാസങ്ങളും അകറ്റി കൊടുക്കണേ അല്ല. എല്ലാ കാര്യങ്ങളും എളുപ്പമാക്കി കൊടുക്കണേ റഹ്മാനെ. നിന്റെ സഹായം അവർക്ക് നൽകണേ അല്ലാ. അല്ലാഹുമ്മ റഹ്മ ഉമ്മത്ത സയ്യിദിനാ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇനിയും ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്, പറഞ്ഞവരുണ്ട്, ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുടെ അതൊക്കെ നിനക്കറിയാം. അതൊക്കെ നീ പൂർത്തീകരിച്ചു കൊടുക്കണേ റഹ്മാനെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം വഗ്ഫിർ ലനാ വഇയ്യാഹും ബിമഗ്ഫിറതിക യാ അർഹമർ റാഹിമീൻ യാ അർഹമർ റാഹിമീൻ യാ അർഹമർ റാഹിമീൻ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലിം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.